നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ആയിട്ടല്ല. ആക്ച്വലി എൻ്റെ ഈ ചാനലിൽ മൂവി മെക്കാനിക് എന്നുള്ളൊരു പേരിലേക്ക് തന്നെ മാറാൻ കാരണം എനിക്കൊരു ഐഡിയ തോന്നിയിരുന്നു. നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഇങ്ങനത്തെ കഥയായിരുന്നെങ്കിലോ, ഫാൻ തിയറീസ് എന്നൊക്കെ പറയാറില്ലേ, ഇത്തരത്തിലുള്ള കഥയായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും. അപ്പോൾ കാര്യമായിട്ട് ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റിൽ വാട്ട് ഇഫ് ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആദ്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് 2014 ഇറങ്ങിയ സൂര്യ നായകനായ ലിംഗുസ്വാമി സംവിധാനിച്ച അഞ്ചാൻ എന്ന സിനിമയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം അഞ്ചാൻ ആ ഒരു സമയത്ത് ട്രെൻഡ് സെറ്റർ ആയിരുന്നു. സൂര്യയുടെ ഒരു വെറൈറ്റി ലുക്ക് കൊണ്ടും പിന്നെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് കൊണ്ടൊക്കെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. പക്ഷേ ആ ഒരു ഹൈപ്പിനനുസരിച്ച് ഒരു ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും ചിത്രത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അന്ന് ആ സമയത്ത് നമുക്കിപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങിയാലും ഏതൊരു കഥ വന്നാലും അതിങ്ങനെയായിരുന്നെങ്കിലോ എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഫാൻസ് അല്ലാണ്ട് ചില മീഡിയാസിൽ വരെ വരും. ബസ്സുകൾക്കൊരു കുറവില്ലായിരുന്നു ഈ പറഞ്ഞുണ്ടാക്കുക എന്ന കഥയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയാവുന്നത് 2010 സൂറ ഇറങ്ങിയപ്പോൾ, വിജയുടെ കരിയറിലെ 50ാമത്തെ ചിത്രവും അതേപോലെ തന്നെ ഏറ്റവും മോശം ചിത്രം എന്ന് പറയാവുന്ന സൂറ ഇറങ്ങിയപ്പോൾ ചോട്ട മുംബൈയുടെ റീമേക്ക് ആണോ എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നിരുന്നു. സമാനമായ രീതിയിൽ ഈ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം, അഞ്ചാൻ്റെ ട്രെയിലർ ഇറങ്ങിയ ശേഷം മുംബൈ അധോലോകം, ഡോണായ സൂര്യ, ഡോൺ അല്ലാത്ത ക്ലീൻ ഷേവ് ലുക്കിൽ വന്ന ഒരു പാവം സൂര്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലർ വിചാരിച്ചിരുന്നത്, പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ചെറിയൊരു ഓർമ്മയിൽ മനോരമയിലാണോ അങ്ങനെ എന്തോ ഇതിലൊരു ബസ് പോലെ വന്നിരുന്നു. രണ്ടാം ഭാവം, സുരേഷ് ഗോപി ലാൽജസ് ചിത്രമായ രണ്ടാം ഭാവത്തിൻ്റെ ഒരു കോർ പ്ലോട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീമാണ് അഞ്ചാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ രണ്ട് ഗെറ്റപ്പിലുള്ള സൂര്യൻ കണ്ടപ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്തായിരിക്കാം ഇതിൻ്റെ ഒരു സമാനമായ രീതിയിലായിരിക്കാം കഥ എന്നുള്ളത്. പക്ഷേ ചിത്രം വരികയും നമുക്കറിയാം, ഇപ്പോൾ കാണുന്നവർക്ക് പലർക്കും അറിയാം രണ്ടാം ഭാവമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നും മാത്രമല്ല ചിത്രം എന്ത് പറയാൻ ഉദ്ദേശിച്ചോ ആ രീതിയിൽ ആർക്കും ഇഷ്ടമായില്ല എന്നുള്ള ഒരു നിലയിൽ, അതായത് സൂര്യയുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ആസ് എ ഹോൾ മൂവി എന്നുള്ള നിലയിൽ അഞ്ചാന് ഫാൻസ് കുറവായിരിക്കും. സപ്പോസ് അഞ്ചാൻ രണ്ടാം ഭാവത്തിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടെടുത്തതായിരുന്നെങ്കിലോ. നമുക്ക് ആദ്യം തന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ രണ്ടാം ഭാവത്തിൽ അറിയാം സുരേഷ് ഗോപി ഡബിൾ റോളിലാണ് വന്നത്. അതിലത്തെ നായക കഥാപാത്രമായ നവനീത് കൃഷ്ണൻ എന്ന കിഷൻജി മുംബൈയിൽ മറ്റേ ഗോവിന്ദ്ജി എന്ന് പറയുന്ന തിലകൻ അവതരിപ്പിച്ച വലിയൊരു ഡോൺ ഗോഡ് ഫാദർ ടൈപ്പ് കഥാപാത്രത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ നവനീത് കൃഷ്ണൻ ഒരു ട്വിൻ ബ്രദർ, അതും സുരേഷ് ഗോപി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി പാവമായ ഒരു പ്രൊഫസർ കം എന്താ പറയുക ഒരു പാവം ക്യാരക്ടർ. കിഷൻ എത്രത്തോളം അഗ്രസീവ് ആണ് അത്ര തന്നെ പാവമായ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആനന്ദു എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടും സുരേഷ് ഗോപി ചിത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പിയറൻസിൽ പെട്ടെന്നൊരു വലിയ മാറ്റമൊന്നും രണ്ടാൾ തമ്മിലില്ലെങ്കിൽ പോലും ബിഹേവിയർ കൊണ്ട് രണ്ട് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് സാധിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ പ്രധാന കഥാപാത്രമായിട്ട് ബിജിമേനോൻ ഉണ്ട്, ഒരു പോലീസ് കഥാപാത്രമായിട്ട് ബിജിമേനോൻ ഉണ്ട്. നായിക കഥാപാത്രമായിട്ട് പൂർണിമ ഇന്ദ്രജിത്ത് ഉണ്ട്. മറ്റ് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് നരേന്ദ്ര പ്രസാദ്, ശ്രീവിദ്യ, ലെന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. രണ്ടാം ഭാഗം കണ്ടവർക്കറിയാം അതിൻ്റെ ഒരു കഥ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളതും. ഒരു പോയിന്റിൽ മംഗലാപുരത്ത് ഗുണ്ടയായിട്ട് ജീവിക്കുന്ന കിഷൻ തൻ്റെ എതിർ ഗ്യാങ്ങായിട്ട് ഉടക്കുകയും അതിനിടയിൽ ഈ സ്ഥിരം എന്താ പറയുക ചേരിപ്പോരുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ തൻ്റെ കാണാതായ സഹോദരനെ, അതായത് ചെറുപ്പത്തിൽ നാട് വിട്ടു വന്ന കിഷനെ അന്വേഷിച്ച് അനന്തു എത്തുകയും അനന്ത് ശരിക്കും പറഞ്ഞാൽ എത്തുന്നത് ബിജുമേനോന്റെ കഥാപാത്രം വഴിയാണ്. ബിജുമേനോൻ ഒരു പോയിന്റിൽ കിഷനായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ബിജുമേനോന്റെ കഥാപാത്രം അനന്തുവിനെ കണ്ടിട്ട് കിഷനാന്ന് തെറ്റിദ്ധരിക്കുകയും പിന്നീട് അല്ലാന്ന് മനസ്സിലാക്കുകയും ഇങ്ങനെയൊരു ഫാമിലി കിഷൻ ഉണ്ടെന്ന് തിരിച്ചറിയുന്നിടത്തും ഇതിന്റെ ഭാഗമായിട്ട് കിഷനിലൂടെ ഗോവിന്ദ്ജീനെ പിടിക്കാനുള്ള ബിജുമേനോന്റെ കഥാപാത്രത്തിന്റെ ശ്രമത്തിനായിട്ട് അനന്തുവിനെ ഇറക്കുന്നൊക്കെയാണ് കഥ. അപ്പോൾ അനന്തു അവിടെ ചെല്ലുകയും പിന്നെ കിഷനെ മാറ്റാൻ നോക്കുകയും പക്ഷേ കിഷന് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നടക്കുകയും കിഷന്റെ അയൽവാസിയായ സുകുമാരിയുടെ ക്യാരക്ടറും അവരുടെ മകളായ പൂർണിമയുടെ ക്യാരക്ടറൊക്കെ അനന്തുവിനെയും കിഷനെയും ഒക്കെ വളരെ രീതിയിൽ സ്നേഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ സുകുമാരി അമ്മയുടെ ക്യാരക്ടർ കൊല്ലപ്പെടുകയും അതിനുശേഷം ഗോവിന്ദ്ജിയുടെ ഓപ്പോസിറ്റുള്ള ഗ്യാങ് ഒരു പോയിന്റിൽ കിഷനാണെന്ന് തെറ്റിദ്ധരിച്ച് അനന്തുവിനെ കൊല്ലുന്നൊരു സീനുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം പടത്തിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമോഷണൽ പോയിന്റ് ആണ്. കാരണം അനന്തു എന്ന സുരേഷ് ഗോപി ക്യാരക്ടർ അവിടെ കിഷൻ എന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലപ്പെടുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് യഥാർത്ഥ കിഷൻ അവിടെ ഉണ്ട്. അയാൾ ചാടിക്കയറി സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയാളും കൂടി കൊല്ലപ്പെടുന്നുള്ളത് കൊണ്ട് ബിജുമേനോന്റെ കഥാപാത്രം തടയുകയാണ് ചെയ്യണം. അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് അനന്തുമായിട്ട് ചെല്ലുകയും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ സ്വന്തം അച്ഛനമ്മയായിട്ട് പോലും മറ്റൊരു മകനായിട്ട് അഭിനയിക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടൊക്കെ കഥാപാത്രം കാണിക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തൻ്റെ ഗോഡ് ഫാദറായ ആൾക്കെതിരെ തിരിച്ചടിക്കുന്നതാണ്. ഒരു തമിഴ് സിനിമയ്ക്ക് വരുമ്പോൾ അത് വലിയ സാധ്യതയുള്ളൊരു കുറച്ച് മാസ് എലിമെന്റ്സ്, അതായത് തമിഴ് മസാല ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ്.
ഒരു പക്ക ഇതേ കഥയില്ലെങ്കിലും ഒരു ഡോൺ ക്യാരക്ടറും അയാളുടെ സഹോദരൻ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ട് വലിയ രീതിയിൽ തമിഴ്നാട്ടിലെ അജിത്തിന് പ്രശംസ, തല എന്നുള്ള പേര് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്ത ഒരു പടമായിരുന്നു അട്ടഹാസം എന്നുള്ളത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ കഥ തമിഴ്നാട്ടിൽ എന്നും തമിഴ് തെലുങ്കിലൊക്കെ നമ്മളെക്കാട്ടും കൂടുതൽ ആക്സെപ്റ്റൻസ് കൂടും. ഇപ്പോൾ മലയാളത്തിൽ രണ്ടാം ഭാവം ഫ്ലോപ്പായിരുന്നു ആ ഒരു സമയത്ത്. സുരേഷ് ഗോപി തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ തകർത്ത് കളഞ്ഞ പരാജയമായിരുന്നു ചിത്രം എന്നുള്ളത്. ഇവിടേക്ക് എത്തുമ്പോൾ അല്ലറ ചില്ലറ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും കൾച്ചറൽ വൈസും ഭാഷ വൈസും വരുമ്പോൾ സംവിധായകർ മാറ്റും. ഈ അഞ്ചാൻ അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ആ ക്യാരക്ടറിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ എണ്ണം പറഞ്ഞ നടന്മാരുണ്ടെങ്കിൽ അതിൽ പറയാവുന്ന ആൾ തന്നെയാണ് സൂര്യ. സൂര്യയുടെ ഗെറ്റപ്പും നമുക്കറിയാം, ആ ഒരു രാജുബായ് എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ കൃഷ്ണയായിട്ട് വരുമ്പോഴുള്ള ക്യാരക്ടറും. പക്ഷേ ആസ് യൂഷ്വൽ സിനിമയിൽ ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്നുള്ളത് കണ്ട നമുക്കറിയാം. ഇൻ്റർവെല്ലിൽ ആ സിനിമയുടെ ഒരു ഹൈ പോയിന്റ് എന്ന് പറയാവുന്ന ഒരു മൊമെന്റ് തന്നെ കൃഷ്ണയായിട്ട് വന്നത് രാജുബായ് തന്നെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ട്വിസ്റ്റാണ്. അതിനുശേഷം മൂവി ആകെ ഫ്ലാറ്റ് ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ അഞ്ചാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നല്ല കുറേ നടന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപ് സാഹിൽ എന്ന ഹിന്ദി നടൻ ചെറിയ റോളാണ്. മനോജ് വാജ്പേയി വില്ലനായിട്ട്, വിദ്യുത് ജാംവാൽ, സമന്ത എന്നിവരൊക്കെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി വിദ്യുത് ജാംവാലിന് കരിയറിൽ കിട്ടിയാൽ നല്ല റോളുകളിൽ ഒന്നാണ് ഈ അഞ്ചാനിലെ ചന്ദ്രു. നേരത്തെ പറഞ്ഞ തമിഴ് മസാല പടമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു തീം തന്നെയാണ്. ഒരു പോയിന്റിൽ അജിത്തിന് വരെ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാം ഭാവം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാനൊക്കെ ഒരിടയ്ക്ക് കേട്ടിരുന്നു. അപ്പോൾ ഇത് അഞ്ചാനിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാസ്റ്റിംഗ് പറയാം. സൂര്യ ഓഫ് കോഴ്സ് ഇപ്പോൾ കിഷൻജിയും അനന്തുമായിട്ട് സൂര്യ തന്നെ. ബിജു മേനോന്റെ കഥാപാത്രമായിട്ട്, അതായത് ആ ഒരു പോലീസ് കഥാപാത്രമായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് അത്. ആ ഒരു ക്യാരക്ടറിന് കിഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് റിഡംഷനും ഗോവിന്ദജിനെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹീറോ ലെവൽ ക്യാരക്ടർ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബിജു മേനോന്റെ. ആ റോളിലേക്ക് നമുക്ക് മനോജ് വാജ്പേയി അദ്ദേഹത്തെ കൊണ്ടുവരാം. കാര്യം അഞ്ചാനിൽ അദ്ദേഹത്തിന് വലിയൊരു റോള് കൊടുത്തില്ല, ഒരു ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു അത്. എന്നാൽ ഇവിടേക്ക് എത്തുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സപ്പോർട്ടിങ് റോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ റോളിലേക്ക് കൊണ്ടുവരാം. ദിലീപ് സാഹിൽ എന്ന് പറയുന്ന ഹിന്ദി നടന് അദ്ദേഹത്തെ തിലകൻ അവതരിപ്പിച്ച ഗോവിന്ദ്ജി, അതായത് ഒരു മെച്യൂർഡ് ഓൾഡ് ഏജ്ഡായ ഒരു ഗോഡ് ഫാദർ ക്യാരക്ടറിന് അദ്ദേഹം അപ്പിയറൻസ് വൈസ് തിലകൻ എന്ന മഹാനടന്റെ ആക്ടിങ് വൈസ് ആയിട്ടുള്ള കമ്പയർ ചെയ്യണം. പക്ഷെ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു ക്യാരക്ടർ ഫില്ല് ചെയ്യാൻ ആ നടനെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ തമിഴിലെ തന്നെ നാസറിനെ പോലെ ഒരു നടനാണ് ഏറ്റവും പെർഫെക്റ്റ് ചോയ്സ്. ഞാനിപ്പോൾ അഞ്ചാനിലുള്ള കാസ്റ്റിനെ ഒന്ന് റീഅസംബിൾ ചെയ്യുന്നതാണ്. നായികയായിട്ട് സമന്ത, പിന്നീട് ആ കഥാപാത്രം പടത്തിൽ കൊല്ലപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അധികം നേരമില്ല ആ കഥാപാത്രമായിട്ട് ക്യാമിയായിട്ട് വേണം. അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ലാല് അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, നടൻ ലാൽ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. അധിക നേരമില്ല, ഒരു ക്യാമിയോ അപ്പിയറൻസ് 10-15 മിനിറ്റ് മാത്രമുള്ള സുരേഷ് ഗോപി അവതരിപ്പിച്ച കിഷന്റെ പൂർവ്വകാല സുഹൃത്തും പിന്നീട് ഓപ്പോസിറ്റ് ഗ്യാങ്ങിലായി പോയ ഒരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ നമുക്ക് വിദ്യുത് ജാംവാലിനെ ഓൾറെഡി ചന്ദ്രുമായിട്ടുണ്ടല്ലോ, സമാനമായ രീതിയിൽ സൂര്യയുടെ ഫ്രണ്ടായിട്ട് വിദ്യുത് ജാംവാലിനെ കൊണ്ടുവരാം. ക്യാമിയോ അപ്പിയറൻസ് ആണെന്നുപരി വിദ്യുത് ജാംവാലിനെ പോലെ ഒരു ആക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആ രീതിയിലുള്ള ഒരു സ്റ്റണ്ട് പെർഫോമൻസ്, ഇപ്പോൾ അഞ്ചാനിൽ കാണിച്ച പോലെ ഒരു സ്റ്റണ്ട് പെർഫോമൻസിൽ ഇവിടെ ക്യാരക്ടറിനെ ഫിനിഷ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് സോഴ്സ് മെറ്റീരിയലിനോടൊരു. ഇനി മറ്റൊരു കാര്യം, ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ ചേഞ്ച് ഒരു പക്ഷേ ഡോൺ എന്ന സിനിമയായിട്ട് സാദൃശ്യം വരും. പക്ഷേ എന്താ പറയുക, ഒരുപാട് കഥകൾ സാദൃശ്യങ്ങളുണ്ടാകും. അതൊക്കെ അങ്ങനെ ദ വേ ഓഫ് നറേഷൻ, ദ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിലാണ് ഓരോ കഥകളും ഓരോ ക്രൈം ത്രില്ലേഴ്സും ഓരോ എൻ്റർടൈനേഴ്സും വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡോണിൻ്റെ ഒരു അംശം തോന്നിയാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട രണ്ടാം ഭാവത്തിൽ അനന്തു എന്ന ക്യാരക്ടറാണ് കിഷൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. സപ്പോസ് ഇവിടെ ആ പോലീസ് ക്യാരക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടി കൂട്ടിയിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. അതാണ് ഞാൻ ഡോണായിട്ട് സാദൃശ്യമുണ്ടെന്ന് പറയാൻ കാരണം. കൊല്ലപ്പെടുന്നത് ആസ് എക്സ്പെക്റ്റഡ്, അതായത് ഓപ്പോസിറ്റ് ഗ്യാങ് എക്സ്പെക്ട് ചെയ്ത പോലെ കിഷനെ തന്നെയാണ് കൊല്ലുന്നത്. തൻ്റെ വീട്ടിലേക്ക് കിഷനെ കൊണ്ട് എത്തിക്കാമെന്ന് അച്ഛനമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് വന്ന അനന്തുവിൻ്റെ മുമ്പിലാണ് കിഷൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അനന്തുവിനും കൂടി കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇനി കൊല്ലപ്പെടേണ്ട എന്നുള്ള രീതിയിൽ മനോജ് വാജ്പേയിയുടെ ക്യാരക്ടർ, ഞാനിപ്പോൾ ഇനി തമിഴ് രീതിയിലാണ് പറയണത്, മനോജ് വാജ്പേയിയുടെ ക്യാരക്ടർ സൂര്യനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയും നമുക്ക് രാജു കൃഷ്ണ എന്നുള്ള രീതിയിൽ പോവാം. രാജു ആണ് തമിഴിലെ കിഷനും, കൃഷ്ണയാണ് തമിഴിലെ അനന്തു. കൃഷ്ണയ്ക്ക് ഈ ഒരു ട്രോമ സഹിക്കാനാവുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ രാജു അത്രത്തോളം അഗ്രസീവ് ആണോ അല്ലെങ്കിൽ അത്രത്തോളം ബോൾഡാണോ, അത്രത്തോളം പാവം ഒതുങ്ങിക്കൂടി നടക്കുന്ന ഒരു സട്ടിൽ ക്യാരക്ടറാണ് കൃഷ്ണ. സിനിമയിൽ കാണിച്ചുള്ള അഞ്ചാനിൽ കാണിച്ചുള്ള വൈകല്യം നമുക്ക് ഒഴിവാക്കാം, പകരം അപ്പിയറൻസ് മാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ആളത് വരികയും ആളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, നാട്ടിൽ പോയി ഇനി എന്ത് പറയുന്ന അറിയാതെ ഇരിക്കുമ്പോൾ നാട്ടിലേക്ക് തന്നെ വിടാം. പക്ഷെ അതിനു മുമ്പ് മരിച്ചത് രാജു അല്ല, രാജുവിനെ പോലെ മറ്റൊരാളാണ്, അല്ലെങ്കിൽ നീയാണ് മരിച്ചതെന്ന് നമുക്കിവിടെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട്
ഗോവിന്ദ്ജിയുടെ അടുത്ത് പോയിട്ട് അയാളെ തകർക്കാനുള്ള വഴികൾ നീ എനിക്ക് സഹായിച്ചു തരണം, അല്ലെങ്കിൽ രാജു മരിച്ചു എന്നുള്ളത് പുറമേ അറിഞ്ഞിട്ടില്ല, പകരം നീ എനിക്ക് തകർക്കാൻ വേണ്ടി സഹായിച്ചു തരണം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയിൽ ഫാമിലി ഡ്രാമയും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ക്യാരക്ടർ നാട്ടിലേക്ക് വരികയാണ്. കിഷൻ അതായത് രാജുവിനെ എക്സ്പെക്ട് ചെയ്ത് രാജുവിനെ കാത്തിരിക്കുന്ന കുടുംബത്തിനകത്തേക്ക് രാജുവിൻ്റെ മരണമായിട്ട് എങ്ങനെ പറയുന്നു വിഷമിച്ചിരിക്കുകയാണ്. കാരണം മലയാളത്തിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അച്ഛനായിട്ടുള്ളൊരു വഴക്കിൻ്റെ പേരിലാണ് കിഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ നാട് വിടുന്നത്. ആ അച്ഛൻ മകൻ്റെ അടുത്ത് മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കട മോനെ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കവേ ആ മകനില്ല എന്ന് പറയാൻ ഈ അനന്തു, അതായത് കൃഷ്ണ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുള്ള രീതിയിൽ കുറച്ച് ഇമോഷണൽ സീക്വൻസ് കൂടി വെച്ച് കഴിഞ്ഞാൽ സൂര്യ പോലെ ഒരു നടൻ അത് കേക്ക് വാക്കാണ്, നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ മലയാളത്തിൽ പോലും അന്ന് ചിന്തിക്കേണ്ടിയിരുന്നത് ഡോൺ ആയിട്ടുള്ള സാദൃശ്യം കാരണമായിരിക്കാം. കാരണം ഈ ക്യാരക്ടർ ചെല്ലുന്നു, പിന്നെ എന്തൊക്കെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നു. പക്ഷേ രണ്ടാം ഭാഗത്തിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കിഷൻ പോലീസുകാരുടെ സഹായത്തോടു കൂടി ഗോവിന്ദ്ജിയുടെ മേഖല, അതായത് ഏരിയ മുഴുവൻ കൈയടക്കുന്നു, അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, ലാസ്റ്റ് തറ പറ്റിക്കുന്നു. ബാക്കിയൊക്കെ അതേ പാറ്റേണിൽ തന്നെ. പക്ഷേ ഗോവിന്ദ്ജി ഒരു എൻഡ് സീനിൽ ഫേസ് ടു ഫേസ് വരുമ്പോൾ ഗോവിന്ദ്ജിയായിട്ട് ഇപ്പോൾ കൃഷ്ണ സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദ്ജി ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ പറയണം, നീ രാജു അല്ല, നിന്നെ കണ്ടാൽ എനിക്കറിയാം രാജു ഒരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഒരു റിവിലേഷൻ കൊടുക്കുകയും ലാസ്റ്റ് ഗോവിന്ദ്ജി മരിക്കുന്നിടത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും, മലയാളത്തിലുള്ള പോലെ തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം കൺവിൻസ് ആയി എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഐഡിയ ഇതാണ്, 5 രണ്ടാം ഭാഗം പോലെ ആയിരുന്നെങ്കിൽ ആ രണ്ടാം ഭാഗത്തിന് ചെറിയൊരു മാറ്റം നൽകിയ നല്ലൊരു തമിഴ് എൻ്റർടൈനർ സിനിമയാക്കി മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സംഭവമായിരുന്നു എന്ന് മാത്രം.